विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाठ्यदेशूरिणि जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम राम हरे 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 कृष्णा 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 हरे 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 राम हरे 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 कृष्णा 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 हरे 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 राम हरे 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 कृष्णा 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 हरे 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 राम हरे हरे कृष्णा 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 हरे 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 राम हरे 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 कृष्णा 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 हरे 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 राम हरे 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 कृष्णा कृष्ण कृष्णा हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्णा हरे 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 राम हरे जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय हरि बोल हरि बोल निताय गौर हरि बोल जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव गुरुदेव जय जय गुरुदेव ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते വാസുദേവായ ഹരി ഓം തത്സത് ഹരേ കൃഷ്ണ ഇന്ന് നമ്മള് ശ്രീമദ് ഭാഗവതം ആ, അധ്യായം സ്കന്ധം 5 അധ്യായം 6 ശ്ലോകം 8 ശ്ലോകം 8 സ്കന്ധം 5 അധ്യായം 6 ശ്ലോകം 8 ഭഗവാൻ ഋഷഭദേവന്റെ കർമ്മങ്ങൾ എന്നാണ് ആ അധ്യായത്തിന്റെ പേര്. ഭഗവാൻ ഋഷഭദേവന്റെ കർമ്മം. ശ്ലോകം 8 അധ സമീരവേഗ വിധൂതവേണു വികർഷണ ജാതേഗ്ര ധാവാനാം ലസ്തധ്വനമാലേലി ഹാനസഹ തേന ദദാഹ
വിവർത്തനം ജയ ശില പ്രഭുപാദ് കി ജയ്. അദ്ദേഹം അങ്ങനെ അലഞ്ഞു നടക്കുന്നതിനിടയിൽ വന്യമായൊരു കാട്ടുതീയുണ്ടായി. കാറ്റിൽ ഉലഞ്ഞാടിയ കാട്ടുമുളകൾ കൂടിയുരസിയുണ്ടായ അഗ്നിയിൽ നിന്നാണ് തീ പടർന്നത്. കടുകാഞ്ചലത്തെ മുഴുവൻ അഗ്നിക്കിരയാക്കിയ ആ കാട്ടുതീയിൽ ഋഷഭദേവന്റെ ശരീരവും ദഹിച്ച് ഭസ്മമായി. ഭാവാർത്ഥം. ജയ ശില പ്രഭുപാദ് കി ജയ്. അത്തരം ഒരു കാട്ടുതീക്ക് മൃഗങ്ങളുടെയും മറ്റു ബാഹ്യ ശരീരം ദഹിപ്പിക്കാൻ കഴിയും. പക്ഷേ ഋഷഭദേവന്റെ ശരീരം ദഹിച്ചെന്ന് തോന്നിച്ചെങ്കിലും ആ വനത്തിലുണ്ടായിരുന്ന സകല ജീവസത്തകളുടെയും പരമാത്മാവ് ഋഷഭദേവൻ. അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഒരിക്കലും അഗ്നിക്ക് ദഹിപ്പിക്കാനാവില്ല. ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ അദാഹ്യോയം, ആത്മാവ് ഒരിക്കലും അഗ്നിയാൽ ദഹിക്കപ്പെട്ടു. ഋഷഭദേവന്റെ സാന്നിധ്യം മൂലം ആ വനത്തിലുണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളും ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തരായി. ഹരേ കൃഷ്ണ. ഓം തത്സത്. ഓം അജ്ഞാനത്തിമിരാന്തശ്ചനാചനാചലകയാ ചക്ഷുരുന്മേലസ്മൈ ശ്രീ ഗുരുവേ നമോ വിഷ്ണുപുരായ കൃഷ്ണപുരസായ പുത്ലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നിതനാമിനി നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരണ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരണെ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवाचार्य गौर भक्त वृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. അപ്പോ ഭഗവാൻ ഋഷഭദേവന്റെ കർമ്മങ്ങൾ, അതാണ് ഇന്നത്തെ അധ്യായം. അതിൽ 8ാമത്തെ ശ്ലോകം. ഋഷഭദേവൻ അദ്ദേഹത്തിന്റെ ദേഹം ത്യജിച്ചത് എങ്ങനെയാണെന്ന് ഈ അധ്യായം പറയുന്നു. അദ്ദേഹം തന്റെ ശരീരത്തിൽ ഒരിക്കലും ആകർഷനായിരുന്നില്ല. ഒരു കാട്ടുതീയിൽ അത് ദഹിക്കുമ്പോൾ പോലും ഫലേച്ഛ കർമ്മങ്ങളുടെ വിത്ത് ജ്ഞാനാഗ്നിയിൽ ദഹിക്കുമ്പോൾ ആത്മീയ ഗുണങ്ങളും നിഗൂഢ ശക്തികളും സ്വതവേ പ്രത്യക്ഷമാകും. എങ്കിലും ഭക്തിയോഗം ഈ നിഗൂഢ ശക്തികളാൽ ബാധിക്കപ്പെടുന്നില്ല. ഒരു സാധാരണ യോഗി നിഗൂഢ ശക്തികളാൽ ആകർഷിക്കപ്പെടുകയും അവന്റെ പുരോഗതി തടസ്സപ്പെടുകയും ചെയ്യും. അതിനാൽ പരിപൂർണ യോഗി ഒരിക്കലും അവയെ സ്വാഗതം ചെയ്യില്ല. മനസ്സ് വിശ്രമരാഹിത്യവും ആശ്രയിക്കാൻ കൊള്ളാത്തതുമായാൽ അതിനെ എപ്പോഴും നിയന്ത്രണത്തിലാകും. ഉന്നത യോഗിയായിരുന്ന സൗരഭിയുടെ പോലും മനസ്സ് ഒരു കുഴപ്പം സൃഷ്ടിച്ചതിനാൽ അവന്റെ നിഗൂഢ യോഗത്തിന്റെ ശക്തികൾ നഷ്ടമായി. അല്ലെ, മനസ്സിന്റെ അശാന്തി നിമിത്തം വളരെ പുരോഗതി ആർജിച്ചൊരു യോഗി പോലും താഴേക്ക് വീഴും. അപ്പൊ നമ്മൾ വളരെയധികം കരുതലോടെ ഇരിക്കണം എന്നാണ് അല്ലെ ഈ ശ്ലോകങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. ഒരു സെക്കൻഡ്. ഋഷഭദേവൻ സാക്ഷാൽ ഭഗവാനാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ അവസാനം എങ്ങനെയായിരുന്നു എന്നാണ് ഈ ശ്ലോകം 5.6.8 പറയും. അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് ദാവാനല. ദാവാനല നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട്. എപ്പോഴാണ് കേട്ടിട്ടുള്ളത്? ഒന്ന് ആലോചിക്കാമോ? ദാവാനല, കാട്ടുതീ. സംസാര ദാവാനല അല്ലെ. നമ്മൾ എല്ലാ ദിവസവും രാവിലെ മംഗളാരതിക്ക് പാടുന്ന കീർത്തനമാണ് അല്ലെ ദാവാനൽ. നമ്മുടെ ദൈനംദിന പ്രാർത്ഥനയായ സംസാര ദാവാനലിൽ സംസാര ദാവാനലീടലൂക പ്രണയ കാരുണ്യ കനകനത്വം. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും തുടങ്ങുന്നത് അല്ലെ. സംസാര ദാവാനലിൽ ലോകത്തിലെ അല്ലെ ഭാവാനലയെ കുറിച്ച് നമുക്ക് ചില വിവരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ കീർത്തനത്തിലൂടെ നമുക്ക് അത് വളരെയധികം സുപരിചിതം. ആ ദാവാനല എന്താണെന്ന് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു. ആരും കാട്ടുതീരാൻ പോലെ അല്ലെ. ആരെങ്കിലും കാട്ടിൽ പോയി തീയിടാറുണ്ടോ? ഇല്ല. കാട്ടിലോട്ട് ആരും പോകത്തില്ല. എല്ലാവർക്കും പേടിയാണ്, ഈ വന്യമൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെ. അവിടെ പോയി ആരും തീയിടില്ല. പക്ഷെ അവിടെ എങ്ങനെ ഈ തീ വരുന്നു? ഈ കാലിഫോർണിയയിലുള്ള വലിയ ഫോറസ്റ്റ് ഉണ്ട്, തിക് ഫോറസ്റ്റ് ആണ് അമേരിക്കയിൽ. അവിടെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീ പിടിക്കാറുണ്ട്. അവര് തലകുത്തി നിന്ന് നോക്കും അല്ലേ, ഇതെങ്ങനെയെങ്കിലും ഒക്കെ. ഹെലികോപ്റ്ററിൽ വെള്ളം കൊണ്ടൊഴിക്കുന്നു, അത് കൊണ്ടൊഴിക്കുന്നു, ഇത് കൊണ്ടൊഴിക്കുന്നു. വലിയ പാടാണ്. അവിടെ നടന്നു പോകാൻ പറ്റില്ല, അത്രയ്ക്കും വലിയ കാടാണ്, തിക് ഫോറസ്റ്റ് ആണ്. അവിടെ ഇടയ്ക്കൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ 6 മാസം 7 മാസം വരെ നിൽക്കുക. അതിങ്ങനെ കത്തി പറന്നുകൊണ്ടിരിക്കും, ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. അതൊരിക്കലും ആർക്കും തടയാൻ പറ്റില്ല.
ഈശ്വരന് മാത്രമേ തടയാൻ പറ്റൂ, അല്ലെങ്കിൽ പ്രകൃതിക്ക് മാത്രമേ തടയാൻ പറ്റുള്ളൂ. എങ്ങനെ? മഴ പെയ്ത് നനച്ചാൽ മാത്രമേ അല്ലെ ആ അഗ്നിയെ അവർക്ക് കെടുത്താൻ പറ്റുള്ളൂ. ഇനി എത്രയൊക്കെ അവര് ഉയർന്നെന്ന് പറഞ്ഞാലും ആ കാട്ടുതീ പോലും അവർക്ക് അണയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, അല്ലെ? അപ്പൊ ആരും കാട്ടിൽ തീയിടാൻ പോകുന്നില്ല, പക്ഷെ കാട്ടുതീ ഉണ്ടാകുന്നു. ആ കാട്ടുതീ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഇവിടെ വിശദീകരിച്ചിരിക്കും. ഈ ശ്ലോകത്തിൽ അതാണ് വിശദീകരിക്കുന്നത്, അല്ലെ? സമീര വേഗ വിദൂത വേണു വികർഷണം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടിക്കാണും, അല്ലെ? വികർഷണം എന്ന് പറഞ്ഞു. നമുക്ക് പഴയ ആൾക്കാരൊക്കെ അറിയാം ഈ മുളങ്കാടുകൾ, അല്ലെ? മുളങ്കാടുകളിൽ മുളകൾ പരസ്പരം ഇങ്ങനെ ഉരസും. തീയിൽ ഇങ്ങനെ ആടുമ്പോ അതിങ്ങനെ ഉരസിയാണ് ആ കനലുണ്ടാവുന്നത്. അങ്ങനെയാണ് തീ വരുന്നത്, കാട്ടുതീ വരുന്നത് അങ്ങനെയാണ്, അല്ലെ? അപ്പോ വലിയ കാടുകളിൽ മുളമരങ്ങളുണ്ട്. അവ വളരെ ഇടതൂർന്നതാണ്. കാറ്റുണ്ടാകുമ്പോൾ വളരെ ശക്തമായ കർഷണം തീക്ക് കാരണമാണ്, അല്ലെ? അത് തമ്മിൽ ഇങ്ങനെ ഒരച്ചാണ്, അല്ലെ? ഭയങ്കര കട്ടി പിടിച്ച ഒരു സാധനമാണ് ഈ മുള എന്ന് പറയുന്നത്. അതിങ്ങനെ ഒരച്ചാണ് തീ ഉണ്ടാവുക. വളരെ ശക്തമായ കർഷണം തീക്ക് കാരണമാണ്. അതുപോലെ ഈ ഭൗതിക ലോകത്തിൽ ഈ ഭാവനലയുമായി താരതമ്യം ചെയ്യും. സംസാര ദാവാനല ആരും പ്രശ്നമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി വരും, അല്ലെ? നമ്മൾ പോലും അറിയാതെ വരും. നമ്മൾ ക്ഷണിക്കുന്നതല്ല. സുഖമായി ജീവിക്കാൻ വളരെ വലിയ ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ നമുക്ക് ഭാവാനലയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അത് സാധ്യമല്ല. വരേണ്ടതെല്ലാം വന്നു തന്നെ തീരും. അതുകൊണ്ട് സംസാര ദാവാനല ലീഡ ലോകം, മുഴുവൻ ഭൗതിക ലോകം ജ്വലിക്കുന്ന അഗ്നിയാണ്. സംസാര ഭാവാനല ലീഡ ലോക പ്രണയ കാരുണ്യ കരാഘനത്വം. ഇപ്പോൾ ഈ ദാവാനല കാട്ടിൽ എന്ന പോലെ നമുക്ക് നമ്മുടെ അഗ്നിശമന സേനയെ അയക്കാൻ കഴിയില്ല. നമുക്ക് കാട്ടിലോട്ട് അഗ്നിസേന അയക്കാൻ പറ്റുമോ? അങ്ങോട്ട് കയറത്തില്ല. ഒരാൾക്ക് പോലും നടന്നു പോകാൻ പറ്റത്തില്ല, പിന്നെ അല്ലേ വലിയ വണ്ടികളൊക്കെ കയറി പോകും. ഇപ്പോൾ ഈ ഭാവനല കാട്ടിൽ എന്ന പോലെ നമുക്ക് നമ്മുടെ അഗ്നിശമന സേനയെ അയക്കാൻ കഴിയില്ല. അത് സാധ്യമല്ല, അല്ലെ? നമ്മൾ കുറച്ച് ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ട് ഉപയോഗിച്ചാലോ? അതും പറ്റത്തില്ല, അല്ലെ? ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൃഗങ്ങളെ കാരണം നമുക്ക് അങ്ങോട്ട് കയറാനും പറ്റത്തില്ല. അവര് നമ്മളെ കാണുമ്പോ എന്തു പറയും? പണ്ട് ഈ ബംഗാൾ കാട്ടിക്കൂടെ, ബംഗാൾ കടുവയുണ്ട്. ബംഗാളിലെ ഭയങ്കര തിക്ക് വനങ്ങളാണ്. അതിനകത്തൂടെ ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് ഒരു കടുവ, ബംഗാൾ കടുവ മുന്നിൽ ചാടി വീണു, അല്ലേ? അപ്പൊ ഇദ്ദേഹം ഒരു ഭക്തനായിരുന്നു. അദ്ദേഹം ഉടനെ പ്രാർത്ഥിച്ചു, ഭഗവാനെ എന്നെ രക്ഷിക്കണേ, ഈ കടുവ ഇപ്പൊ എന്നെ തിന്നാതെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ കടുവ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അല്ലെ? ചോദ്യം ഇതാണ്, കടുവ എന്താണ് പ്രാർത്ഥിച്ചതെന്ന്? അല്ലെ? കടുവ എന്താ പ്രാർത്ഥിച്ചതെന്നറിയാം? മഹാപ്രസാദേ ഗോവിന്ദേ. മഹാപ്രസാദേ ഗോവിന്ദേ നമോ ബ്രാഹ്മണ്യ വൈഷ്ണവേ, അല്ലേ? എന്റെ പ്രസാദം ഫ്രണ്ടിലുണ്ട്, ഞാൻ അതിനു മുമ്പ് ഭഗവാനെ ഒന്ന് തൊഴുതു, അല്ലേ? അത് ബംഗാളിലെ ഏറ്റവും വലിയ വിറ്റാണ്. ഞാൻ ബംഗ്ലാദേശിൽ പോയപ്പോ അവർ പറഞ്ഞതാണ്, തീ കെടുത്താൻ മൃഗങ്ങളെ സഹായിക്കാൻ നമുക്ക് അവിടെ പോകാനും കഴിയില്ല. കാര്യം എന്താണ്? കടുവകൾ ഉണ്ടാവും, അല്ലെ? അവർ മഹാപ്രസാദം പറയും നമ്മളെ കാണുമ്പോൾ. അതും സാധ്യമല്ല, നിസ്സഹായനാണ്. അതുപോലെ ഈ സംസാര ദാവാനല നമുക്ക് അത് കെടുത്താൻ കഴിയില്ല. അപ്പോൾ അത് എങ്ങനെ കെടുത്തിക്കളയും? സംസാര ദാവാനല ലീഡ ലോക പ്രണയ കാരുണ്യ കനാകനത്വം. ആരുടെ? ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യത്തിനായി നമ്മൾ യാചിക്കണം, അല്ലെ? അപ്പോൾ ഈ ജ്വലിക്കുന്ന അഗ്നി കെടുത്താൻ കഴിയും. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഭഗവാന്റെ മേഴ്സിയാണ് വേണ്ടത്, അല്ലെ? അപ്പൊ ഭഗവാന്റെ മേഴ്സി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംസാര സാഗരത്തിലുള്ള എല്ലാ തീയും അഗ്നിയും കെടുത്തി കളയാൻ പറ്റുള്ളൂ. ബാക്കി എന്ത് ക്രമീകരണങ്ങൾ വന്നാലും അതൊന്നിനെ തന്നെ. അതാണ് ഞാൻ നേരത്തെ ആ കാലിഫോർണിയയിൽ തീയുടെ കാര്യം പറഞ്ഞു. എന്താണ് അവരിനി സയൻസ് പരമായിട്ടും ടെക്നോളജിക്കൽ പരമായിട്ടും വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അവർക്ക് പോലും ആ തീ അണയ്ക്കാൻ പറ്റിയിട്ടില്ല, അല്ലെ? അവർ പല വഴിയും നോക്കിയിട്ടുണ്ട്, അല്ലെ? നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇല്ലേ? ദിവസങ്ങളോളം ഇങ്ങനെ അത് കത്തിക്കൊണ്ട് നിൽക്കുന്നു. എവരിങ്ങനെ അണയ്ക്കാൻ ശ്രമിക്കുന്നു, മറ്റു വശത്തോട് അത് കത്തിക്കൊണ്ടിരിക്കും. പ്രകൃതിയോട് കളിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. മനുഷ്യന്റെ അഹങ്കാരം കൊണ്ട് അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ഒരിക്കലും നമുക്ക് പ്രകൃതിയെ കീഴടക്കാൻ പറ്റില്ല, അല്ലെ? അപ്പോ ഭഗവാന്റെ കാരുണ്യമാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി വേണം നമ്മള് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ, പ്രയത്നിക്കാനൊക്കെ. നമ്മുടെ ക്രമീകരണത്തിലൂടെ അത് സാധ്യമല്ല. പ്രണയ കാരുണ്യ കനാകൻ, ആ മേഘം കാരുണ്യ മേഘമാണ്, ഈ സാധാരണ മേഘമല്ല. കാരണം ദാവാനല, ആകാശത്ത് മേഘം ഉണ്ടാകുകയും മഴ പെയ്യുകയും ചെയ്യുമ്പോൾ അത് അണയും. ആ മേഘം ആരാണ്? ഭഗവാന്റെ കരുണയാണ്, അല്ലെ? അതുപോലെ കാരുണ്യമേഘം,
കാരുണ്യം, കരുണ, കരുണ കനാകനത്തിൽ. അതിനാൽ സാധാരണ മേഘം കടലിൽ നിന്ന് വെള്ളം ബാഷ്പീകരിക്കുന്നതിലൂടെ സാധ്യമാകുന്നത് പോലെ ഭഗവാൻ കൃഷ്ണന് കാരുണ്യത്തിന്റെ കടലും കരുണാമയനാണ്, അല്ലെ? കരുണാസാഗരമാണ് ഭഗവാന്റെ മറ്റൊരു പേര് കരുണാസാഗര എന്നാണ്, കരുണാസാഗര എന്നാണ്. അതിനാൽ വായു ബാഷ്പീകരിക്കപ്പെടുന്നത് പോലെയോ അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് ചൂട് ബാഷ്പീകരിക്കപ്പെടുന്നത് പോലെയോ, അല്ലെ, ആകാശത്ത് മേഘം രൂപപ്പെടുന്നത് പോലെയോ ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യക്കടലിനെ ബഹിഷ്കരിക്കാൻ ബദ്ധമോ ശക്തിയോ ഉള്ള ഒരാൾക്ക്, അല്ലെ, സംസ്കാര ദാവാനലയെ കെടുത്താൻ കഴിയും. അതാണ് ഗുരു, അല്ലെ? അപ്പോ നടക്ക് വരുന്നത് ആരാണ്? അവിടെ ഗുരുവായിട്ടാണ് വരുന്നത്, അല്ലെ? അദ്ദേഹത്തിന്റെ ഭഗവാന്റെ പ്രതിനിധി, ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്. കാരുണ്യ മേഖലമായി മാറ്റി സംസ്കാരം ഭാവനയിൽ വെള്ളം ഒഴിക്കുന്ന ഏജന്റാണ് ആര്? ഗുരു, അല്ലെ? തുടർന്ന് അത് അണയുന്നു. സംസാര ദാവാ നലലിയിടുക ത്രാണായ കാരുണ്യ ഖനാകനത്വം പ്രാപ്തസ്യ കല്യാണ. അതുകൊണ്ട് എന്ത് പറ്റുന്നു? അതുകൊണ്ട് ഗുരു അധികാരപ്പെട്ട വ്യക്തിയായിരിക്കും. ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യ സമുദ്രത്തിൽ നിന്ന് കാരുണ്യ ജലം കോരിയെടുക്കാൻ നമുക്ക് ഏജന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഗുരുവാകാൻ കഴിയും, അല്ലെ? അപ്പൊ ആ ഏജന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഗുരു ഉണ്ടെങ്കിൽ ആ സംസാര സാഗരത്തിൽ നിന്ന് കുറച്ചു ജലം എടുത്ത് ആ കാരുണ്യം നമുക്ക് തരാനായിട്ട് ഗുരുവിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതിനാൽ ഒരു ഗുരു ഒരു സാധാരണ വ്യക്തിയല്ല. അദ്ദേഹം ഭഗവാൻ കൃഷ്ണന്റെ പ്രതിനിധിയും യഥാർത്ഥ പ്രതിനിധിയും, അല്ലെ? അദ്ദേഹമാണ് എന്താണ് ആപ്റ്റ്, അല്ലെ, ആക്ച്വൽ. ഭക്തിവിനോദ് ഠാക്കൂർ പാടിയിട്ടുണ്ട്. എന്താ പറയുന്നത്? കൃഷ്ണ സെ തുമാരാ കൃഷ്ണ ദീപ്തെ പാരു തുമാരാ ശക്തി আছে আমি তো कंगाला আমি তো कंगाला कृष्णा कृष्णा बोली दयितव पाचे पाचे ओ हे वैष्णव ठाकुरा दोयारा सागरा दिया सागरा ये दासे करुणा कुरी दिया पदचया സുദോഹിയ മായ തുമര ചരണ ധൂരി. എന്തർത്ഥമുള്ള ഒരു കീർത്തനമാണ്. ആരാണ്? ഭഗവാൻ നിങ്ങളുടേതാണ്, യു ഇസ് യുവേഴ്സ്, അല്ലെ? ആർക്ക്? ഭഗവാൻ ആരുടെയാണ്? ഗുരുവിന്റെയാണ്. ആ ഗുരുവിന് നമുക്ക് ഭഗവാനെ തരാൻ കഴിയും, അല്ലെ? ഞാന് അങ്ങയുടെ പുറകെ, ഗുരുവിന്റെ പുറകിൽ ഓടുകയാണ്. കൃഷ്ണ കൃഷ്ണ, അല്ലെ? അല്ലെ? ഈ സംസാര സാഗരത്തിൽ ഇങ്ങനെ മുങ്ങിക്കളിക്കുന്ന വൈഷ്ണവൻ, അല്ലെ? അല്ലെങ്കിൽ ഒരു അജീവാത്മാവ്, അല്ലെങ്കിൽ ഓ മേഴ്സി, അതായത് എന്താണ്? എന്താണ്? കരുണാ കരുണ സമുദ്രമേ, എന്നിലും കൂടെ ആ കൃപ ചൊരിയണമേ, അല്ലെ? എന്നെ അങ്ങയുടെ എന്താണ് തൃപ്പാദങ്ങളുടെ ഒരു തണലാക്കി മാറ്റണം, ഒരു തൃപ്പാദത്തിലുള്ള തണലാക്കി എന്നെ എന്താണ് ശുദ്ധീകരിച്ചു തരണേ എന്നാണ്, അല്ലെ, ഈ ശ്ലോകം പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണു? ഞാൻ അങ്ങയുടെ കാലില് നമസ്കരിക്കുന്നു, കാൽപാദങ്ങളില്, തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നതാണ് ഗുരുവിനോടുള്ള, അല്ലെ? അതാണ് ഓഹേ വൈഷ്ണവ ഠാക്കൂർ, അല്ലെ? വളരെ എന്താണ് നമ്മുടെ കീർത്തനങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ആചാര്യന്മാരൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലുന്ന രീതിയിലുള്ള കീർത്തനങ്ങളാണ്. അവരെല്ലാം ഭഗവാനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഈ കീർത്തനങ്ങളൊക്കെ പറയുന്നത്. അവരൊക്കെ ഭഗവാനെ നേരിട്ട് കണ്ടവരാണ്, അല്ലെ? അവരുടെ കീർത്തനങ്ങൾ നമുക്ക് പാടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കീർത്തിക്കുമ്പോൾ, നമ്മൾ അത് ശ്ലോകം ചൊല്ലുമ്പോൾ, ആ കീർത്തനങ്ങളൊക്കെ നമ്മള് ചൊല്ലുമ്പോൾ നമുക്കും ആ അനുഗ്രഹം കിട്ടുന്നതാണ്, അല്ലെ? അപ്പൊ അതിനൊക്കെ ആര് വേണം? നമ്മുടെ ഗുരുനാഥൻ വേണം. അതാണ് വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തു. അത് ആർക്ക്? ഭഗവാൻ അല്ലെങ്കിൽ ഗുരുവിന് മാത്രമേ നമുക്ക് തരാൻ പറ്റൂ, അല്ലെ? വൈഷ്ണവ ഠാക്കൂറെ, ഭഗവാൻ നിങ്ങളുടെ സ്വത്താണ്, അതിൽ നിന്ന് ഒരല്പ കരുണ നമുക്ക് തരണമെന്നാണ് ആ പ്രാർത്ഥന, അല്ലെ? അപ്പോ വേദങ്ങൾ പഠിച്ചുകൊണ്ട്, വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തു, വേദങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് ഭഗവാനെ കിട്ടില്ല, ഭഗവാനെ ലഭിക്കില്ല. സാധ്യമാണോ? സാധ്യമല്ല. വേദങ്ങളിൽ ഭഗവാനുണ്ട്, പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല, അല്ലെ? നമ്മള് വളരെ എന്താണ് ബുദ്ധി കുറഞ്ഞ ആൾക്കാരാണ്. പക്ഷേ നമ്മള് ഭഗവാന്റെ പ്രിയപ്പെട്ട വ്യക്തിയുടെ അടുത്തേക്ക് പോയാൽ, അതായത് ഗുരുനാഥന്റെ പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ഗുരുവിന്റെ അടുത്തേക്ക് പോയാല് കിന്തു പ്രഭൂര്യാ പ്രിയേവതസ്യ, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനും രഹസ്യദാസനും ഗുരുവാണ്, അല്ലെ? അവിടെ എന്താ ഒരു രഹസ്യം എന്ന് പറയുന്നത്? ഗുഹ്യമാണ്.
അവരിങ്ങനെ പറഞ്ഞു നടക്കത്തില്ല. അതെല്ലാം വളരെ രഹസ്യം. അവരെന്താണ്, അവർക്ക് പേഴ്സണലായിട്ട് ഒരു ഡീലിങ്സ് ഉണ്ട് ആരുമായിട്ട്, ഭഗവാനുമായിട്ട്. അതൊക്കെ രഹസ്യമാണ്. അവര് വെളിയിൽ ഇറങ്ങിയിട്ട് പ്രഭുപാദ് എപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല എന്താണ് ശിഷ്യന്മാരും വെളിയിലിരുന്ന് അതിനകത്ത് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്, വെളിയിൽ ആളിരിക്കുക. പക്ഷെ പ്രഭുപാദ് ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഏഹ് ഈ ശിഷ്യൻ കഥ തുറന്നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. പ്രഭുപാദ് ആരോട് സംസാരിച്ചിട്ടുണ്ട്? ഭഗവാനോടാണ് സംസാരിച്ചിട്ടുണ്ട്. അവരങ്ങനെ നേരിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അവര് പക്ഷെ വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ ഇന്ന് ഭഗവാനെ കണ്ടു കേട്ടാ, ഭഗവാൻ ഇതെങ്ങനെ ആയിരുന്നു കേട്ടാ എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല. ഏഹ് പ്രഭു അങ്ങ് ഗുരുനാഥ അങ്ങ് ആരോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു ചിരി ചിരിക്കും, അത്ര തന്നെ. ഒരു വക പറയത്തില്ല. അതാണ് എന്താണ് ശുദ്ധഭക്തന്മാർ. ഏഹ് അവർക്ക് ഈ പ്രഹസനത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. അവർക്ക് അത് വഴിക്കിട്ട് ഒരു പ്രശസ്തി കിട്ടേണ്ട യാതൊരു ആവശ്യമില്ല. അവരതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അല്ലെ, ഒന്നും പ്രതീക്ഷിക്കാതെ അല്ലെ, നിഷ്കാമ കർമ്മങ്ങളാണ് അവർ ചെയ്യുന്നത്. അത് സാരം. എന്നാല് നമ്മള് ഭഗവാൻ കൃഷ്ണന്റെ പ്രിയപ്പെട്ട വ്യക്തിയുടെ അടുത്തേക്ക് പോയാല്, അങ്ങനെയുള്ള ഗുരുനാഥന്മാരുടെ അടുത്ത് പോയാല് ഹിന്ദു പ്രബോധിയ പ്രിയ തസ്യ, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദാസനും രഹസ്യദാസനും ഗുരുവാണ്. കൃഷ്ണനിൽ വിശ്വാസമില്ലെങ്കിൽ ആർക്കും ഗുരുവാകാൻ കഴിയില്ല. അല്ലെ, എന്നുവെച്ചാൽ തസ്മാൻ മനുഷ്യേഷു കഞ്ചിത് മേ പ്രിയ കൃഷ്ണമാ, ഇവയെല്ലാം ഉണ്ട്. അല്ലെ, മാന്ത്രികതയാൽ ഒരാൾക്ക് ഗുരുവാകാൻ കഴിയുമെന്നല്ല. ചിലരൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ കിടച്ചിട്ട് ഭസ്മം പിടിച്ചോന്നൊക്കെ പറയും. അതുപോലെ ഒരു മാന്ത്രികം കാണിച്ചിട്ട് ആർക്കും ഒരു ഗുരുവാകാൻ പറ്റില്ല. അതാണോട് പറയുന്നത്, സംസാര ദാവ നലലീല ലുക പ്രണയ കാരുണ്യ കനാകനത്വം. ശാസ്ത്രത്തിലെല്ലാം തന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ വിശ്വസ്തനായ ഏജന്റ് ആണോ എന്ന് നാം കാണും. അല്ലേ, നമ്മളൊരു ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ 1 വർഷമെങ്കിലും അദ്ദേഹത്തെ നമ്മൾ പഠിച്ചിരിക്കണമെന്നാണ് പറയുക, മിനിമം. അല്ലെ, അദ്ദേഹം ഈ പറയുന്നതൊക്കെ അതുപോലെ അനുചരിക്കുന്നുണ്ടോ? അത് നമ്മളടുത്ത് വെറുതെ പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം വേറെ എന്തെങ്കിലും ആണോ ചെയ്യുന്നത്? അദ്ദേഹം ബീഡി വലിക്കുന്നുണ്ടോ? അദ്ദേഹം മാംസം കഴിക്കുന്നുണ്ടോ? അല്ലേ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഓരോ ഗുരുക്കന്മാരൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത്? അതുപോലെയാണോ? എങ്കിൽ അവര് നന്നായിട്ട് പഠിക്കണം. പഠിച്ചതിന് ശേഷമേ നമ്മൾ അവരെ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്ന് പറയാം. അപ്പോൾ നാം അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കും. അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ സമയം പാഴാക്കുക. അല്ലെ, ഗുരുരഭി അവിലപ്തസ്യ കാര്യകാര്യം അജാനത. ഗുരു വളരെ രഹസ്യാത്മക സേവകനാണ്. സാക്ഷാത് ഹരിത്വേന സമസ്ത ശാസ്ത്രേ ഉത്കൃഷ്ടത ഭാവ്യതയേവ സത്വി. ഗുരു സാക്ഷാത് ഹരിയാണ്. ഗുരുവും കൃഷ്ണനും തമ്മിൽ വേർതിരിവില്ല. ഒരു വലിയ മനുഷ്യനുമായി നമുക്ക് എന്തെങ്കിലും ബിസിനസ് ഉള്ളത് പോലെ. അല്ലെ, ഇപ്പോ ഇപ്പോ ഒരു ബിസിനസ്സുകാരൻ, നമ്മളൊരു ബിസിനസ് ചെയ്യണം. അല്ലെ, നമ്മൾ അമേരിക്കയിൽ ഒരു വലിയ കമ്പനിയുമായിട്ട് ബിസിനസ് ചെയ്യണം എന്ന് വെച്ചോ. അപ്പോ ഇടയ്ക്കിടയ്ക്ക് അവരുടെ റെപ്രസെന്റേറ്റീവ്സ് വരും. ഒരു പ്രതിനിധി വന്നാല് അയാൾ ഒരു അംഗീകൃത ഏജന്റ് ആയതിനാൽ അയാളെ നമ്മൾ അതേ വ്യക്തിയായി കണക്കാക്കും. അല്ലെ, അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് എങ്ങനെയായിട്ടാണ് കണക്കാക്കുക? ആ ബിസിനസിന്റെ ഓണറെ പോലെയാണ് നമ്മൾ കണക്കാക്കുക. അല്ലെ, അത്രയും ആ ബഹുമാനവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ ആ രീതിയിൽ സ്വീകരിച്ചിട്ട് നമ്മൾ, അല്ലെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു രാജ്യത്തെ ഒരു അംബാസഡർ, അല്ലെ, വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാല് ഹീസ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ കൺട്രി. അല്ലെ, രാജ്യത്തിന് കൊടുക്കുന്ന എല്ലാ റെസ്പെക്റ്റും ആ ഡിപ്ലോമാറ്റിന് ആ രാജ്യം മറ്റുള്ള ഫോറിൻ കൺട്രി കൊടുക്കാറുണ്ട്. അല്ലെ, കാര്യം എന്താണ്? അവർ അതുപോലെയാണ് കാണുന്നത്, ഒരു രാജ്യത്തിനെ പോലെയാണ് കാണുന്നത്. അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പോലെയാണ് അദ്ദേഹം കാണുന്നത്. ഹിസ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. അല്ലെ, അത് സ്വാഭാവികം. ബ്രിട്ടീഷ് കാലത്ത് ഇന്ത്യയിൽ എന്നതുപോലെ ഗവർണർ ജനറൽ വൈസ്രോയി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അതിനാൽ ആളുകൾ അദ്ദേഹത്തെ രാജാവിന് പകരം രാജാവ് വൈസ്രോയി പോലെയാണ് പരിഗണിച്ചത്. അദ്ദേഹം ഒരു സേവകനായിരുന്നെങ്കിലും രാജാവിനെ പോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ബഹുമാനം ലഭിച്ചു. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം രാജാവിനെ പോലെയായിരുന്നു. അദ്ദേഹത്തിന് രാജാവിനെ പോലെ ബഹുമാനം ലഭിച്ചു. അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തെ രാജാവിനെ പോലെ സ്വീകരിച്ചു. പക്ഷെ അദ്ദേഹം രാജാവല്ല. ഞാൻ രാജാവാണെന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ബഹുമാനം രാജാവിനെ പോലെയാണ്. സാക്ഷാത്കരിത്വേന സമസ്ത ശാസ്ത്രത്തെ. അല്ലെ, അപ്പൊ അതാണ് നമ്മൾ എപ്പോഴും എന്താണ് പറയുന്നത്? വേരേ ഗയ യഹാര കരിതോ. നിങ്ങൾ ഈ വാക്യം ദിവസവും വായിക്കും. ഗുരുമുഖ പത്മവാക്യം. അല്ലെ, വേദേ ഗയ അതെന്താണ്? ആർക്കാണ് ഇത് പാടാൻ കഴിയുക? ഗുരുദാസൻ. അല്ലെ, ഗുരുമുഖ പത്മവാക്യ ചിത്തത്തെ കൊരിയ വേദേഗയ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? വേദേഗായ ജഹര എന്ന കൃതിയുടെ പതിപ്പ് അനുസരിച്ചാണ്. കർശനമായ ഇതാണ്. നരോത്തമദാസ് ഠാക്കൂർ പാടുന്നു വേദേഗായ യഹര ഠാക്കൂര. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ അദ്ദേഹം പാടും സാക്ഷാത് ഹരിത്വേന സമസ്ത ശാസ്ത്രയിൽ. അതിനാൽ ഒരു വ്യത്യാസവുമില്ല.
ഒരു ആചാര്യനും ആചാര്യൻ എന്ന് വിളിക്കപ്പെടുന്നു, യഥാർത്ഥ ആചാര്യനല്ല, ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയും. മറ്റൊന്ന് അതാണ്ട് എന്താണ്, ആ, അവരെന്താ സ്വപ്നത്തിൽ കണ്ടത്? നിദയ ഗൗര ക്രിയയാണ്, ശാസ്ത്രം അധികാരം, അതാണ് നമ്മൾ ചെയ്യുന്നത്. ആ ജാലവിദ്യയിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ജാലവിദ്യകളല്ല, പിന്നെയോ അവർക്ക് ഭഗവാനുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധമുണ്ട്. ചിലർ പറയില്ലേ, ഞാൻ ഇന്നലെ രാത്രി ഞാൻ ഭഗവാനെ സ്വപ്നം കണ്ടു, അതുകൊണ്ട് ഞാൻ ഗുരുവായിട്ട് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഗുരുക്കന്മാരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്, അല്ലെ? നമ്മൾ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന്റെ കാര്യത്തിലാണ്, നമ്മൾ യഥാർത്ഥത്തിൽ കൃഷ്ണന് പ്രിയപ്പെട്ടവനാണ്, നിങ്ങൾ ഏറ്റവും രഹസ്യ സേവകനാണ്, നമ്മൾ അത് പരീക്ഷിക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഗുരുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പേ ഗുരുവിനെ നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇദ്ദേഹം അവിടെ ഇരുന്ന് പറയുന്നതൊക്കെ അതുപോലെ അനുകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അനുസരിക്കുന്നുണ്ടോ, അതോ ഒന്ന് പറഞ്ഞിട്ട് നമ്മളെ വിഡ്ഢിയാക്കുവാണോ, മടയന്മാരാക്കുകയാണോ എന്നൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കും. ഭഗവാന്റെ രഹസ്യ സേവകൻ എന്താണ്? എല്ലാം വിശദീകരിച്ചിരിക്കുന്നു. ഭഗവാൻ പറയുന്നു, യാ ഇതം പരമം ഗുഹ്യം മത് ഭക്തേഷു അഭിസാധ്യത. ഈ പരമഗുഹ്യം എന്താണ്? ആ പരമഗുഹ്യം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഇത് പരമഗുഹ്യമാണ്, രഹസ്യമാണ്. ഭഗവാൻ പറഞ്ഞു എന്താണ്? ഗുഹ്യാത് ഗുഹ്യതമം. ആ വാക്യം എന്താണ്? ആർക്കാണ് പറയാൻ കഴിയുക? സർവധർമാൻ പരിത്യജ്യ, അല്ലെ? പറയുന്നതിന് തൊട്ട് മുൻപ് ഭഗവാൻ പറഞ്ഞു, ഈ സർവധർമാൻ പരിത്യജ്യ എന്ന് പറയുന്നതിന് മുമ്പ് ഭഗവാൻ എന്താ പറഞ്ഞത്? നീ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഈ ഏറ്റവും രഹസ്യമായിട്ടുള്ള അറിവ് നിനക്ക് പറഞ്ഞു തരുന്നതെന്നാണ് ഭഗവാൻ പറഞ്ഞത്, അല്ലെ? അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ രഹസ്യ ഭാഗം എന്താണ്? സർവധർമാൻ പരിത്യജിച്ചു, എല്ലാം ഉപേക്ഷിക്കും, എനിക്ക് കീഴടങ്ങൂ. ഇത് രഹസ്യമായ അറിവാണ്. ഇപ്പൊ നമ്മള് റോഡിൽ ഇറങ്ങിയിട്ട് ഇത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യോ? ഇല്ല. അവര് പറയും ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നോ, അല്ലെ? സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ എന്ന് പറഞ്ഞ ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, അവരെന്താ പറയാ? നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും, അല്ലെ? പക്ഷെ അത് വളരെ രഹസ്യമായിട്ടുള്ള അറിവാണ്, വളരെ ഗുഹ്യം. ജ്ഞാനം കർമ്മം യോഗ ഇത് സഹായിക്കില്ല, ഇതിന് കുറച്ച് സമയമെടുക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ സമയം പാഴാക്കാൻ പറ്റുന്നേ ഉള്ളൂ, അല്ലെ? പാഴാക്കുന്നുള്ളല്ലേ, വേറെ ഒരു ഉപകാരവും ഇല്ല. കാര്യം എന്താണ്? അതൊക്കെ കാലതാമസം പിടിക്കുന്നതാണ്. എന്ത് നമ്മള് ജ്ഞാന യോഗയിലൂടെയും കർമ്മയോഗയിലൂടെയും, അല്ലെ, അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് സമയം നമ്മളെ സ്വാതന്ത്ര്യത്തിലാണ്. എന്നാൽ യഥാർത്ഥ ധർമ്മം, നീ എനിക്ക് പൂർണ്ണമായും കീഴടങ്ങുക, അസംബന്ധം പറയരുത്. അർജുനൻ വളരെയധികം അസംബന്ധങ്ങൾ പറയുകയായിരുന്നു. എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറഞ്ഞത്? ഇതൊക്കെ ഈ നിൽക്കുന്നതെല്ലാം എന്റെ ബന്ധുജനങ്ങളാണ്, ഇതെന്റെ അപ്പൂപ്പനാണ്, ഇതെന്റെ ഗുരുവാണ്, ഇതെന്റെ കൂട്ടുകാരനാണ്, ഇതെന്റെ സുഹൃത്താണ്, ഇതെന്റെ സഹോദരനാണ്, ഇതെന്റെ ചേട്ടനാണ് എന്നൊക്കെ അല്ലേ പറഞ്ഞിരുന്നത്, അല്ലേ? അങ്ങനെയുള്ള അസംബന്ധങ്ങളാണ് ഇവിടെ പറയുന്നത്. അതൊക്കെ അസംബന്ധങ്ങളാണ്. അപ്പോൾ ഭഗവാൻ ഒടുവിൽ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട അർജുന, നീ എന്റെ രഹസ്യ സുഹൃത്താണ്, നിനക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ ഇത് ചെയ്യൂ, അല്ലെ? നിന്റെ സമയം വെറുതെ നീ പാഴാക്കരുത്. അത് നിന്നെ ഒരു കാര്യത്തിനും ഉപയോഗപ്പെടുത്തില്ല. പക്ഷെ ഇത് ഞാൻ പറയുന്ന അനുസരിച്ച് കഴിഞ്ഞാൽ നിനക്ക് അതിന്റെ ഉപയോഗം ഉണ്ടാവും. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു എന്താണ്? ബഹുനാം ജന്മനാം അന്തേ. അപ്പോഴാണ് എന്താണ് നമുക്ക് നമ്മുടെ പഠനം, വേദപഠനം, യോഗ പരിശീലനം, അല്ലെങ്കിൽ ആചാരപരമായ ചടങ്ങുകൾ, കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം എന്നിവയിലൂടെ മുന്നോട്ട് പോകും. എന്നാൽ നമ്മൾ ഈ ഘട്ടത്തില് എത്താത്തിടത്തോളം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അല്ലെ, നമുക്കൊരിക്കലും സന്തോഷം കിട്ടത്തില്ല, അല്ലെ? നമുക്ക് സന്തോഷം കിട്ടോ? ഇല്ല. ഭഗവാൻ എന്താണോ പറയുന്നത് അത് അതുപോലെ അനുസരിച്ചാൽ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അങ്ങനെ നമ്മൾ എന്നാണോ ചെയ്യാൻ പറ്റുന്നത് അന്ന് മാത്രമേ നമുക്ക് സന്തോഷം കിട്ടുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ രഹസ്യജ്ഞാനം ഒരു വിട്ടുവീഴ്ചയും കൂടാതെ പ്രചരിപ്പിക്കുന്നവൻ ഭഗവാൻ കൃഷ്ണന്റെ രഹസ്യദാസനാണ്. നമ്മുടെ എല്ലാ ആചാര്യന്മാരും അങ്ങനെ ആ തരത്തില് രഹസ്യദാസന്മാരാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ല. അവരെന്തൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെ, ഇപ്പൊ തണുപ്പാണോ, ചൂടാണോ, യുദ്ധമാണോ, അല്ലെങ്കിൽ കൊറോണയാണോ എന്ന് അവർ നോക്കത്തില്ല. അവരെന്ത് ചെയ്യും? അവര് എല്ലാം ത്യജിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവര് ഭഗവാന്റെ നാമം പ്രകീർത്തിക്കുന്നു, അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും, അല്ലെ? അവരെല്ലാവരും തന്നെ ഭഗവാന്റെ ഗുഹ്യമായിട്ടുള്ള ദാസന്മാരാണ്. അവര് ആ സേവയിൽ നിന്ന് അവർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല എന്നർത്ഥം. ഇതാണ് യഥാർത്ഥ മതം. തസ്മാൻ മനുഷ്യേഷു കഞ്ചിത് മേ പ്രിയ കൃതമ എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ കൃഷ്ണന്റെ കാരുണ്യ സമുദ്രത്തിൽ നിന്ന് കാരുണ്യജലം കോരിയെടുക്കാൻ അധികാരം ലഭിച്ച വ്യക്തിയാണ് ആര്? അങ്ങനെയുള്ള ആചാര്യന്മാർ. സാക്ഷാത് ഹരിത്വേന സമസ്ത ശാസ്ത്രേ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ പറഞ്ഞതാണ്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞ അതേ കാര്യം, അല്ലെ? എന്ത് പറഞ്ഞു? വിശ്വനാഥ് ഠാക്കൂർ, നരോത്തമദാസ് ഠാക്കൂറുടെയും
പ്രസ്താവനകൾക്കിടയിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. സാധു ശാസ്ത്രം അല്ലെ, 5000 കൊല്ലം മുമ്പേ ഭഗവാൻ പറഞ്ഞതും 500 കൊല്ലം മുൻപേ ചൈതന്യ മഹാപ്രഭു പറഞ്ഞത് എല്ലാം ഒരു കാര്യം തന്നെയാണ്. അതിനൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. ആധുനികമാക്കുക, ശാസ്ത്രം മാറ്റണം എന്നല്ല, അല്ലെ? അത് അസംബന്ധമാണ്, അല്ലെ? നമ്മളെ ശാസ്ത്രത്തിന് മാറ്റാൻ പറ്റില്ല. നമുക്ക് പഴയ നിയമവും പുതിയ നിയമവും ഒന്നുമില്ല, അല്ലെ? ഒരു നിയമം മാത്രമേ ഉള്ളൂ, അല്ലെ? ശാസ്ത്രം മാറ്റാൻ കഴിയില്ല. സാഹചര്യപരമായി അത് മാറ്റും, ഋതുഭേദങ്ങൾ. ഏഹ് അത് ശാസ്ത്രമല്ല. ശാസ്ത്രം എന്നാൽ അത് ശാശ്വതമാണ്, അല്ലെ? നമ്മൾ 5000 മുമ്പേ പറഞ്ഞതും 500 കൊല്ലം മുമ്പേ പറയുന്നതും ഇന്നലെ പറയുന്നതും ഇപ്പൊ പറയുന്നതും എല്ലാം ഒരേ ശാസ്ത്രമാണ്. അതിലൊരു വ്യത്യാസവുമില്ല. കൃഷ്ണൻ 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സൂര്യദേവനോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അത് ഒരു ശ്ലോകം ഉണ്ടല്ലോ, ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം. അദ്ദേഹം പറയുന്നു, പുരാതന യോഗം എന്ന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയതിനാൽ, അല്ലെ, ഇപ്പോൾ ഇത് വ്യത്യസ്തമായ ഒരു സമയമാണ്, അല്ലെ? എത്രയോ മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു ലോകത്ത്. നമ്മളിവിടെ മാറേണ്ടി വരുമോ? ഇല്ല, നമ്മൾ ഒരിക്കലും മാറില്ല. ഈ ശാസ്ത്രങ്ങൾക്ക് ഒരു മാറ്റവും വരില്ല. അദ്ദേഹം പറഞ്ഞു, നമ്മളോട് സംസാരിക്കുന്നത് ആ പഴയ സമ്പ്രദായമാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്, അല്ലെ? ശാസ്ത്രം മാറ്റാൻ കഴിയില്ല, ദൈവത്തിന്റെ വാക്ക് മാറ്റാൻ കഴിയില്ല. അപ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ഭഗവാൻ എപ്പോഴും പൂർണ്ണനാണ്, അല്ലെ? അവരെപ്പോഴും പൂർണ്ണനായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത്, 5000 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത്, അല്ലെ, ഇന്നും അത് ശരിയാണ്. ഇത്രയും വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ട്, അല്ലെ? പക്ഷെ അത് പഴയ ഇതാണ്. പക്ഷെ എന്നാൽ പോലും അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, അല്ലെ? നമുക്കത് പരിഷ്കരിച്ച് പുതിയ രീതിയിൽ സ്ഥാപിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് അനുവദിച്ചിട്ടില്ല, നമ്മളത് ചെയ്യത്തുമില്ല, അല്ലെ? അപ്പൊ നമ്മള് ഒരേ കാര്യം പുതിയ രീതിയിൽ സ്ഥാപിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് തത്വം മാറ്റാൻ കഴിയില്ല. സാധു ശാസ്ത്ര ഗുരുവാക്യ, അതിനൊരു വ്യത്യാസവും വരില്ല. സാധു ശാസ്ത്ര ഗുരുവാക്യ, അത് അതുപോലെ തന്നെ നിലനിൽക്കുന്ന, നമ്മളത് നിലനിർത്തണം എന്നാണ് പറയുന്നത്. ശാസ്ത്രം ഒരിക്കലും മാറ്റപ്പെടുന്നില്ല. സാധു എന്നാൽ ശാസ്ത്രങ്ങൾ പിന്തുടരുന്നവൻ എന്നാണ്. ആരൊക്കെയാണോ ശാസ്ത്രം പറയുന്നത് പോലെ പിന്തുടരുന്നത്, വേദങ്ങൾ പറയുന്നത് പോലെ പിന്തുടരുന്നത്, അദ്ദേഹം ആരാണ്? അദ്ദേഹത്തെ നമ്മള് സാധു എന്ന് വിളിക്കുന്നു, അല്ലെ? സാധു ശാസ്ത്രം ഗുരു. ഗുരു എന്നാൽ ശാസ്ത്രത്തെയും സാധുവിനെയും പിന്തുടരുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ ഗുരു ആരാണ്? ശാസ്ത്രത്തെയും സാധുവിനെയും ആചാര്യന്മാരെയും പിന്തുടരുന്ന ഒരാളാണ് യഥാർത്ഥ ഗുരു. 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, അല്ലെ? അതിപ്പോൾ ബാധകമല്ല. നമുക്ക് പുതിയ എന്തെങ്കിലും നൽകുന്നു, അങ്ങനെയുള്ള ജാലവിദ്യയൊന്നും ഇവിടെ ഇല്ല, അല്ലെ? അങ്ങനെ പറയുന്നവരെല്ലാം ഉപയോഗശൂന്യരാണ്. അവരാരും ശരിക്കുള്ള ഗുരുക്കന്മാരല്ല. സാധു ശാസ്ത്രം ഗുരു, അല്ലെ? അപ്പോൾ സംസാര ദാവ നല്ലലീ ലോക, വിശ്വനാഥ് ചക്രവർത്തി താക്കൂറിലെ ഈ 8 ശ്ലോകങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മൾ ദിവസവും പാടുന്നു, അല്ലെ? അത് വളരെ നല്ലതാണ്. അഗ്നിദേവനെ പോലെ അവന് തീ വേണമായിരുന്നു. അദ്ദേഹത്തിന് തീപ്പെട്ടി ആവശ്യമില്ല, തീ കത്തിക്കാണ്, അല്ലെ? തീയാകാം. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം തീ ഉണ്ടാകും. മുമ്പ് യജ്ഞാഗ്നിയും കത്തിച്ചിരുന്നു, അല്ലെ? അരണി കടഞ്ഞിട്ടാണ് നമ്മള് യജ്ഞാഗ്നി കത്തിച്ചിരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? അരണി, അതായത് ഒരു തടിയാണ്, അത് കടഞ്ഞാണ് തീ ഉണ്ടാക്കുന്നത്. അല്ല തീപ്പെട്ടി ഒടിച്ചിട്ടോ അല്ലെങ്കിൽ ലൈറ്റർ കത്തിച്ചിട്ടോ അല്ല, അല്ലെ? ഇപ്പോഴും അത് പിന്തുടരുന്നുണ്ട്. നമ്മളെ അമ്പലത്തില് അങ്ങനെയാണ് അവർ ചെയ്യുന്നത്, തീപ്പെട്ടി കൊണ്ടല്ല. അതുകൊണ്ട് അത് സാധാരണമായ കാര്യം. മുളയുടെ കർഷണം, വൈദ്യുതി കർഷണം വഴി വൈദ്യുതി സൃഷ്ടിക്കുന്നു. വൈദ്യുതിയും കർഷണമാണ്. അതുപോലെ തീ സൃഷ്ടിക്കപ്പെടും. മുളയുടെ ഉണങ്ങിയ ഇലകൾ അവ കത്തിക്കുന്നു. പിന്നീട് ക്രമേണ കാട് മുഴുവൻ ജ്വലിക്കുന്ന തീയിലാണ്. പ്രത്യേകിച്ച് പാമ്പുകൾ, അല്ലെ? അവയാണ് ആദ്യം ദുരിതം അനുഭവിക്കുന്നത്. കാരണം അവ നിലത്ത് തന്നെ തുടരുകയും ഉണങ്ങിയ ഇലകൾ ഉണ്ടാകുകയും, അല്ലെ, അതുവഴി പെട്ടെന്ന് തീ കത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഓർക്കണം, കാട്ടുതീയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആരാണ്? സർപ്പങ്ങളാണ്, അല്ലെങ്കിൽ നാഗങ്ങളാണ്. വളരെ വേഗത്തിൽ തീ പിടിക്കുകയും ചെയ്യും. അതിനാൽ അവയ്ക്ക് പറന്നു പോകാൻ കഴിയില്ല. മറ്റു മൃഗങ്ങൾക്ക്, അവയ്ക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷെ അവയ്ക്ക് ശ്രമിക്കാം. കാരണം അവയ്ക്ക് വേഗത്തിൽ പോകാൻ കഴിയും. പക്ഷെ പാമ്പ്, അതുപോലെ ലോകത്ത് ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ പാമ്പുകളെ പോലുള്ള ക്രൂരരും അസൂയുള്ളവരുമായ ആളുകൾ ആദ്യം കഷ്ടപ്പെടും, അല്ലെ? പാമ്പിനെ അങ്ങനെയാണ് പറയുന്നത്. ചാണക്യ പണ്ഡിതൻ അങ്ങനെയാണ് പറഞ്ഞത്. സർപ്പക്രൂര കലാക്രൂര. വേറൊരു കാര്യം ഇവിടെ വരുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോളൂ, അല്ലെ? 2 അസൂയുള്ള ജീവികളുണ്ട്, അല്ലെ?
ആരൊക്കെയാണ് ആ രണ്ട് അസൂയുള്ള ജീവികളെന്നും? വളരെ അപകടകാരികളാണ് ഈ രണ്ട് ജീവികൾ. രണ്ട് ജന്തുക്കളും വളരെ അപകടകാരികൾ. അവരെ ആരൊക്കെയാണ്? ഒന്ന് നമുക്കിപ്പോ മനസ്സിലായി, സർപ്പക്രൂര, സർപ്പമാണ് അല്ലെ, പാമ്പാണ്. പിന്നെ ഒരാളുണ്ട്, കലക്രൂര. അതാരാണ്? പാമ്പിനെ പോലെ ശീലമുള്ള മനുഷ്യർ. അല്ലെ? ഒരു തെറ്റുമില്ലാതെ അവർ കടിക്കും. അല്ലെ? കൃഷ്ണാപൂരം പ്രസംഗിക്കുന്ന. അപ്പോൾ നമ്മുടെ തെറ്റ് എന്താണ്? നമ്മൾ മനുഷ്യരെ, അല്ലെ, നമ്മൾ എന്തൊക്കെയാണ് തെറ്റ് ചെയ്യുന്നത്? 4 തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നുണ്ട് അല്ലെ? അതൊക്കെയാണ് നമ്മുടെ തെറ്റുകൾ. ഏ ആ, അത് എന്താണ്? മറിച്ചിട്ടിട്ട് അത് സാധൂകരിക്കാൻ ശ്രമിക്കുന്നത് അല്ലെ? പക്ഷെ വളരെ അപകടകരമാണ്. ഒരു തെറ്റുമില്ലാതെ അവർ കുറ്റം കണ്ടെത്തും. ഏ? അതാണ് പാമ്പ്. പാമ്പിന്റെ ജോലി അതാണ്. സർപ്പ ക്രൂര കലക്രൂര. അല്ലെ? നമ്മളെ എപ്പോഴും അവർ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കും. ഏഹ് ധാരാളം ആളുകൾ അങ്ങനെയുണ്ട് അല്ലെ? ഒരു കുറ്റവുമില്ലാതെ അവർ കടിക്കും. ഒരു പാമ്പ് ഒരു കുറ്റവുമില്ലാതെ നമ്മളെ കടന്നു പോകുമ്പോൾ, നമ്മള് മരത്തിൽ കുറച്ച് പഴം, അവിടെ കുറച്ച് കുറച്ച് പഴം ഇരിക്കണം. ആ പഴം എടുക്കാനായിരിക്കും നമ്മളെ കൈ കൊണ്ട് അതിനകത്ത് എടുക്കുന്നത് അല്ലെ? അപ്പൊ നമ്മള് ഒരു കുറ്റവും ചെയ്യാതെ പാമ്പ് നമ്മളെ കൊത്തും അല്ലെ? അപ്പോൾ ചാണക്യ പണ്ഡിതൻ പറയുന്നു, 2 തരം ക്രൂര അസൂയുള്ള ജീവികളാണ്. ക്രൂരവും അസൂയയാണ്, രണ്ടും പറയുന്നുണ്ട് കേട്ടോ. 2 തരം ക്രൂരവും അസൂയമുള്ള ജീവികളുണ്ട്. ഒന്ന് പാമ്പ്, മറ്റൊന്ന് മനുഷ്യപാമ്പ്. അവിടെ എന്താണ് ചാണക്യൻ പറയുന്നത്? മനുഷ്യപാമ്പെന്നാണ്. അല്ലെങ്കിൽ പാമ്പിന്റെ ഗുണം ശീലിച്ച മനുഷ്യർ. അപ്പോൾ സർപ്പക്രൂര കലാക്രൂര. എന്നാൽ ചാണക്യ പണ്ഡിതൻ പറഞ്ഞു, ഈ മനുഷ്യപാമ്പ് മൃഗപാമ്പിനേക്കാൾ അപകടകരമാണ്. അല്ലെ? സർപ്പക്രൂരത അല്ലെ? അതായത് മന്ത്രൌഷാദി വശ സർപ്പ കല കേന നിവർത്തേന്റെ. അത് കഴിഞ്ഞിട്ട് പറയുന്നതാണ് അദ്ദേഹം, ചാണക്യൻ പറയുന്നതാണ്, ഒരു സർപ്പമന്ത്രമോ ഏതെങ്കിലും മരുന്നോ ജഡിബൂതിയോ ജപിച്ചുകൊണ്ട് നമുക്ക് പാമ്പിനെ കീഴടക്കാൻ കഴിയും. ചിലർ ഈ മകുടി ഊതി പാമ്പിനെ നിയന്ത്രിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ പറഞ്ഞിട്ട് പാമ്പിനെ നിയന്ത്രിക്കാൻ കഴിയും. പക്ഷേ മനുഷ്യപാമ്പിനെ കീഴടക്കാൻ കഴിയില്ല. മനുഷ്യപാമ്പിനെ കീഴടക്കാനുള്ള മന്ത്രമില്ല. അല്ലേ? അതാണ് ഏറ്റവും വലിയ അപകടം. അപ്പൊ ഈ പാമ്പും മനുഷ്യരും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടകാരി ആരെയാണ്? മനുഷ്യന് തന്നെയാണ്, മനുഷ്യപാമ്പ് തന്നെയാണ്. അതാണ് ചാണക്യൻ അവിടെ പറയുന്നത് അല്ലെ? അപ്പോൾ ഇതാണ് നമ്മുടെ നിലപാട്. അതിനാൽ ഒരു പ്രചാരകൻ, ഭക്തൻ അങ്ങനെയാണ് അല്ലെ? എന്താണ്? ആ, ഭഗവാൻ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ആര്? ഇങ്ങനെയുള്ള പ്രചാരകർ. അവർ യഥാർത്ഥത്തിൽ അപകടകാരികളായ വ്യക്തികളെ, ക്രൂര വ്യക്തികളെ അവര് കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? അവര് എന്താണ്, ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞിട്ട് അവര് മാറ്റിയെടുക്കുന്നു എന്നർത്ഥം. അപ്പൊ ഈ ആചാര്യന്മാർ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ക്രൂര മനുഷ്യരെ കണ്ടെത്തണം അല്ലെ? അവരുടെ മുമ്പിൽ അവരെത്തണം. അവരെത്തിക്കഴിഞ്ഞാല് അവരെ പ്രീച്ച് ചെയ്ത് അല്ലെ? അവർക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവര് വളരെ നല്ല ആൾക്കാരാക്കും അല്ലെ? ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അങ്ങനെ ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റും അല്ലെ? ഈ ഈ ഈ സംഘത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഭയങ്കര മുൻചുണ്ടിയും, അല്ലെങ്കിൽ മുൻ ദേഷ്യവും അല്ലെ, ഭയങ്കര ദേഷ്യവും, എന്താണ്, സംസാരിക്കുന്ന വായിക്കത്തെല്ലാം വളരെ മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ള അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട് അല്ലേ? അവരൊക്കെ ഇപ്പൊ എന്ത് വളരെ സാത്വികമായിട്ടാണ് സംസാരിക്കുന്നത്. അവരൊക്കെ ഇപ്പൊ എന്ത് വളരെ നല്ല ആൾക്കാരായിപ്പോയി. അവർക്ക് ആ മോശപ്പെട്ട ചിന്തയെ അവർക്കില്ല അല്ലെ? അങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. ആ പരിവർത്തനം ഇവിടെ നടക്കും. അതിന്റെ ഒരുപാട് തെളിവുകൾ നമ്മുടെ ഫ്രണ്ടിൽ അല്ലെ? അപ്പൊ അതിനൊക്കെ നമുക്ക് ആര് വേണം? ഒരു ഗുരു വേണം. ഇപ്പോ യേശുക്രിസ്തുവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അല്ലെ, അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ ആരൊക്കെ എത്തിയിട്ടുണ്ടോ അവരെയൊക്കെ അദ്ദേഹം പ്രസംഗിച്ചിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് എന്താണ് മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് അവസാനം അദ്ദേഹത്തിന് എന്ത് പറ്റി? അദ്ദേഹത്തിനെ അവര് തന്നെ ക്രൂശിച്ചു. അല്ലെ? അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം ദൈവത്തിനെ കുറിച്ച് ചിന്തിച്ചു. ദൈവത്തിന്റെ പുത്രനാണ് അല്ലെ? ദൈവപുത്രൻ. ആ ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ക്രൂശിച്ചത് അല്ലെ? അദ്ദേഹത്തിനെ പിടിച്ച് ആണി തറച്ചു വെച്ചത്. അതുപോലെ തന്നെ നമ്മുടെ നിത്യാനന്ദ പ്രഭു അല്ലെ? ജഗായ് മതയെ ജഗായ് മതയെ കഥ അറിയാലോ അല്ലെ? ഭയങ്കര കുറ്റവാളികളായിരുന്നു അല്ലെ? പക്ഷെ അവരെയും ആര് രക്ഷപ്പെടുത്തി? നിത്യാനന്ദ പ്രഭു രക്ഷപ്പെടുത്തി അല്ലെ? നിത്യാനന്ദ പ്രഭു അത്രയും ദയാലുവായതാണ്. ഈ ജഗായി മതായി അദ്ദേഹത്തിനെ അടിച്ച് താഴെ ഇട്ടു. ഈ തലേന്നൊക്കെ രക്തം വന്നു. എന്നിട്ട് പോലും അദ്ദേഹം ശാന്തനായിട്ട് അല്ലെ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നെ മുറിവേൽപ്പിച്ചതിൽ കാര്യമില്ല. നിങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം എന്നാണ് ആര് പറഞ്ഞത്? നിത്യാനന്ദ പ്രഭു പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവരെ അങ്ങനെ ജയിപ്പിക്കുകയും അല്ലേ? നമുക്കറിയാം. അതിനാൽ പ്രചാരകൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അതിനാൽ ഭഗവാൻ പറഞ്ഞു,
നച്ച തസ്മാൻ മനുഷ്യേഷു കഞ്ചിത് മേ പ്രിയ കൃത്രിമ. അത് വളരെ അലസമായി സുഖമായിരുന്നു വേദാന്തം ചർച്ച ചെയ്യുന്നതല്ല. അല്ലെ, പറ്റുന്നില്ല. കാര്യം ഇപ്പൊ നമ്മളിപ്പോ പൈതൽ പ്രഭുവിനോടും ഗോവിന്ദ പ്രഭുവിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് ഇതെല്ലാം സംഘടിപ്പിച്ചതെന്നും ഓരോരുത്തരുടെ പുറകിൽ എത്ര കാലം പുറകെ നടന്നിട്ടാണ് ഇവിടെ ഇപ്പൊ മര്യാദയ്ക്ക് ഇരിക്കുന്നതെന്നും അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അല്ലെ, നമ്മൾ സ്വന്തമായി നോക്കിയാൽ മതി നമ്മൾ എങ്ങനെയായിരുന്നു, എന്തെല്ലാം എക്സ്ക്യൂസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെ, ഇതിൽ വരാതിരിക്കാനാണ്, രാവിലെ ഒന്ന് കിടന്ന് ഉറങ്ങാനായി. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന സുഖം എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയാവൂ. അത് വെളിയിൽ പറഞ്ഞു കൊടുത്താൽ ആർക്കെങ്കിലും ബോധ്യമാവോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവർ പറയും അവർക്ക് എന്തോ കുഴപ്പമുണ്ട്, മാനസികമായിട്ട് അവർക്ക് എന്തോ പ്രയാസമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, അതാണ് അവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അവർ പറയുന്നത്. നമ്മളിലെ എല്ലാ കുറ്റങ്ങളും അവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അല്ലേ, അത് കേൾക്കാൻ നമുക്ക് ചെവിയും കുറിച്ചിട്ട് ഓടാനും തോന്നുന്നു. ആ രീതിയിൽ അത്ര കഠിനമായിട്ടായിരിക്കും അവർ നമ്മളെ എന്തുവാണ് വിമർശിക്കുന്നത്. അതിനൊന്നും കാര്യമില്ല, അത് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. നോ പ്രോബ്ലം. ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ ഒരു 10 പേരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരാളായിരിക്കും വരിക, പക്ഷെ ഭഗവാൻ നമ്മുടെ ആ ഒരു ശ്രമം തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്റെ കുഞ്ഞ് എന്റെ കാര്യം പറയാനായിട്ട് ഇത്രയും ആൾക്കാർ ഇന്ന് കണ്ടിട്ടുണ്ട്, അവരോടൊക്കെ ഇങ്ങനെയാണ് സംസാരിച്ചത് എന്നൊക്കെ അദ്ദേഹം നോട്ടി വെച്ചു. നമ്മളത് വേറെ നോക്കേണ്ട ആവശ്യമില്ല. അല്ലേ, ഇനി അദ്ദേഹത്തിന്റെ കരുണയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ഒരാള് നമ്മുടെ എന്താണ് സത്സംഗത്തിലേക്ക് വരത്തുള്ളൂ. അങ്ങനെയല്ല, പ്രായോഗികമായി പ്രസംഗിക്കണം, നമ്മൾ പ്രീച്ച് ചെയ്യണം. സഹാനുഭൂതി കാരണം പ്രായോഗികമായ അപകടകരമായ ഒരു അവസ്ഥയെ നേരിടും. നമ്മളെല്ലാവരും ആ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ് നേരിടുന്നത്. അല്ലെ, ബംഗ്ലാദേശിൽ എന്ത് നടന്നു, അല്ലെ, പല പല സ്ഥലത്തും നമ്മൾ അത് കാണുന്നുണ്ട്. ലോകം മുഴുവൻ ജ്വലിക്കുന്ന അഗ്നിയിലാണ്. പരാ ദുഃഖ ദുഃഖി ആയിരിക്കണം നമ്മൾ. അല്ലെ, വൈഷ്ണവൻ എന്താണ്? പരാ ദുഃഖ ദുഃഖി. നേരെ മറിച്ച് ഒരു ഭൗതികമായിട്ടുള്ള ഒരാളാണെങ്കിലോ പരാ ദുഃഖ സുഖിയാണ്. അല്ലെ, ആരെങ്കിലും വിഷമിക്കുന്ന കണ്ടാൽ വളരെ സന്തോഷമായി. പക്ഷെ വൈഷ്ണവൻ അങ്ങനെയല്ല. ആരെങ്കിലും വിഷമിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. അവർക്കും കൂടെ ആ സുഖം സന്തോഷം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പെടാപ്പെടലൊക്കെ ചെയ്യുന്നത്. അല്ലെ, ചില ആൾക്കാർ വിചാരിക്കും നമുക്ക് എന്തോ കിട്ടാനുണ്ട് ഇതില്, നമുക്ക് എന്തോ ലാഭമുണ്ട്. അല്ലെ, ചിലർ ചോദിക്കും നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുന്നു ഒരാളെ പിടിച്ചു കൊടുത്താൽ? ചോദിക്കും അങ്ങനെ. അല്ലെ, നിങ്ങൾക്ക് അമ്പലത്തിൽ നിന്നൊക്കെ പൈസ തരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പൈതൽ പ്രഭു കുറച്ച് പൈസ നിങ്ങൾക്ക് തരും, അല്ലെ, ഒരാളെ പിടിച്ചോണ്ട് വന്നാൽ എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ നന്നായില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങേർക്ക് ഇപ്പൊ എന്റെ പേരിൽ കമ്മീഷൻ കിട്ടണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ വരാത്തത്. അവരിങ്ങനെയാണ് വിചാരിക്കുക, നമുക്ക് എവിടുത്തൊക്കെയോ പൈസ കിട്ടുന്നുണ്ട്. അല്ലേ, ഓരോരുത്തരും ഇത് കൊണ്ട് നടക്കാൻ പറ്റുന്ന പാട് അവരവരൊക്കെ അറിയാവുള്ളൂ, വേറെ ആർക്കും അറിയില്ല. ഇവിടെ നമ്മുടെ ഉദാഹരണം, നമ്മുടെ ഒരു അമ്പലമുണ്ട്, ശ്രീകൃഷ്ണ ബലരാം ടെമ്പിൾ. പ്രസിഡന്റ് എന്താണ് ഹിസ് ഗ്രേസ് ജഗസാക്ഷി പ്രഭു. അദ്ദേഹം ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നില്ല. അത് ആർക്കും അറിയില്ല, ആരും അദ്ദേഹത്തിനെ അങ്ങനെ കാണുന്നതുമില്ല. അവരെല്ലാരും വിചാരിക്കുന്നത് അദ്ദേഹത്തിന് എന്താ കുഴപ്പം, അദ്ദേഹം എപ്പോഴും ഇങ്ങനെ യാത്രയിലല്ലേ എന്നാണ്. ആ പാവത്തിന് എഴിച്ചു നിൽക്കാൻ വയ്യെങ്കിലും അടുത്ത ഫ്ലൈറ്റ് കയറി വേറൊരു സ്ഥലത്ത് പോകും. എന്തിനാണ്? അവിടെ കുറച്ച് ഭക്തന്മാരെ കാണുകയും അവരോട് സംസാരിക്കുകയും അവരെ ഭക്തന്മാരാക്കുകയും. പ്രഭുവിന് അങ്ങനെ ഒത്തിരി എന്താണ് ഡിവോട്ടീസ് ഉണ്ട്. എല്ലാം പ്രഭുവിന്റെ കേട്ട് കഴിഞ്ഞാൽ അവര് മരിക്കാൻ റെഡിയായി നിൽക്കുന്ന ആൾക്കാരാണ്. അത്രയ്ക്ക് സ്നേഹമാണ്. കാര്യം ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ പ്രചാരണം. എന്തിനാ അദ്ദേഹം പോകുന്നതെന്ന് ചോദിച്ചു, അത് പറയാനാണ് ഞാൻ വന്നത്. അതിലെന്തെങ്കിലും കുറച്ച് സാമ്പത്തികമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവന്നാൽ ഈ അമ്പലത്തില് അത്രയും ഒരു ആശ്വാസമാണ്. അത്രയും വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസവും അദ്ദേഹം ഇങ്ങനെ. കാരണം അദ്ദേഹത്തിന് മാത്രമേ അറിയാവുള്ളൂ അത് എങ്ങനെയാണ് സാധിക്കുന്നത്, വേറെ ആർക്കും അറിയും. മനസ്സിലായത്? അപ്പോ ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പൊ പൈതൽ പ്രഭുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞുതരും ഇതൊക്കെ എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അല്ലെ, ഗോവിന്ദ പ്രഭുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞുതരും. ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് വെളിയിൽ നോക്കുമ്പോഴത്തേന് അവർക്കൊക്കെ എന്താ കുഴപ്പം? ഇസ്കോൺ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കാശ് വരുന്ന സ്ഥലം എന്നാണ് എല്ലാവരും പറയുന്നത്. കാശൊക്കെ വരുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ചെലവുകൾ. അല്ലെ, ഒരു ദിവസം തന്നെ ഇവിടെ ഒരു അമ്പലത്തിൽ ഒരു ദിവസം നടത്തി പോകണമെങ്കിൽ എത്ര രൂപ വേണമെന്നുള്ള നിങ്ങൾ എന്ന് ആലോചിച്ചു നോക്കും. എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഭഗവാന്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു കുറവ് വരുത്താൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അവിടെ എല്ലാ കാര്യവും മംഗളമായി നടക്കുന്നു. പിന്നെ അതെല്ലാം ഭഗവാൻ തന്നെയാണ് നടത്തുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് അതിന്റെ പുറകിൽ കുറെ ആൾക്കാരുടെ പ്രവർത്തനമുണ്ട്, പരിശ്രമമുണ്ട്. അവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഹരികൃഷ്ണ. അതാണ്. ഇപ്പൊ ഈ പരാ ദുഃഖ ദുഃഖിയാണ് ആര്? വൈഷ്ണവ്. അതാണ് അദ്ദേഹത്തിന്റെ യോഗ്യത. അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം തികച്ചും ശരിയാണ്.
അദ്ദേഹം എപ്പോഴും ശരി മാത്രമേ ചെയ്യുള്ളൂ, ശരി മാത്രമേ പറയത്തുള്ളൂ. അപ്പൊ അദ്ദേഹം കൃഷ്ണന്റെ സംരക്ഷണത്തിലാണ്. കൗന്ദേയ പ്രതിജ്ഞാനികേ മേ ഭക്ത പ്രണശ്യതി, അല്ലെ? അപ്പോൾ അവന് വ്യക്തിപരമായി ഒരു അപകടവും വരുത്തില്ല. കാരണം അവന്റെ കൂടെ എപ്പോഴും ആരുണ്ട്? ഭഗവാൻ കൃഷ്ണനുണ്ട്. അദ്ദേഹം ആത്മവിശ്വാസമുള്ളവനാണ്. ഭഗവാൻ എല്ലാ അപകടങ്ങളിലും അവനെ സംരക്ഷിക്കും. നമ്മുടെ പ്രഭുപാദൻ എന്താ ചെയ്തത് ഈ വയസ്സായ കാലത്ത്? അല്ലെ, നമ്മളെല്ലാവരും വയസ്സായ കാലത്ത് ആ കട്ടിലിൽ ഇരിക്കാതെ കിടക്കുന്ന ആ സമയത്താണ് അദ്ദേഹം ഒരു കപ്പലിൽ കയറി, അതും കാർഗോ കപ്പല്. അത് മനുഷ്യരെ കൊണ്ടുപോകുന്ന കപ്പലും അല്ല, കാർഗോ സാധനങ്ങൾ, ചരക്കുകൾ കൊണ്ടുപോകുന്ന കപ്പലിന്റെ അതിന്റെ ഇടയ്ക്ക് ചരക്കിന്റെ ഇടയിലാണ് അദ്ദേഹം ഒരു ചെറിയൊരു സ്ഥലത്ത് അവിടെ കിടന്ന് ഇത്രയും ഈ സമുദ്രങ്ങൾ മുഴുവൻ താണ്ടി അവിടെ എത്തും. അതിനിടയില് ഹൃദയാഘാതങ്ങൾ ഉണ്ടായി, അല്ലെ? അതെല്ലാം തരണം ചെയ്ത് ആരെ കൊണ്ടുപോയത്? തീർച്ചയായിട്ടും ഭഗവാന്റെ മേഴ്സിയാണ്, അല്ലെ? എല്ലാ അപകടങ്ങളിലും ഭഗവാൻ അവനെ സംരക്ഷിക്കുന്നു. പക്ഷേ അവൻ എന്താണ്, ജഗൈ മതായി വർഗത്തെ കണ്ടുമുട്ടുകയും എല്ലാത്തരം അപകടങ്ങളെയും നേരിടുകയും ചെയ്യുന്നു. അതിനാൽ അവര് കൃഷ്ണന്റെ ശക്തനും അധികാരപ്പെടുത്തിയതുമായിട്ടുള്ള ഏജന്റുമാരാണ്. അത് നമ്മളെ എന്താണ് ഗുരുക്കന്മാർ. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടുപിടിക്കുകയും അദ്ദേഹത്തില് ആശ്രയം തേടുകയും ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് എത്താൻ പറ്റും. അല്ലാതെ നമുക്ക് നേരിട്ട് നടന്നങ്ങ് കയറി ചെല്ലാന്ന് ഒരിക്കലും വിചാരിക്കട്ടോ. എന്തിനും ഇവിടെ നമ്മളുടെ ഒരു മിനിസ്റ്ററെ കാണാനായിട്ട് നമുക്ക് ഓടിച്ചെന്ന് കയറാൻ പറ്റുമോ? അവിടെയും നമ്മൾ ആരെങ്കിലും ഒക്കെ കൈ പിടിച്ചിട്ട് വേണം നമ്മൾ കയറി പോകാനായിട്ട്, അല്ലെ? അപ്പൊ ഇവിടെ ഒരു ചെറിയ ഒരു വെറും എന്താണ് ഒരു താഴെക്കടയിലുള്ള ഒരു മിനിസ്റ്ററെ കാണാൻ അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഭഗവാനെ നമുക്ക് എങ്ങനെയാണ് നേരിട്ട് കാണാൻ പറ്റുക, അല്ലെ? ഇവരുടെ എല്ലാവരുടെയും മിനിസ്റ്ററാണ് ഭഗവാൻ. അപ്പൊ ഭഗവാനെ കാണാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരാളുടെ സഹായം വേണം. അതാണ് എന്താണ് നമ്മുടെ ആത്മീയ ഗുരു. അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും ആത്മീയ ഗുരുവിനെ തേടാനുള്ള വഴി കണ്ടുപിടിച്ചോളൂ. കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ജന്മത്തിൽ നമുക്ക് ഒരിക്കലും ഭഗവത് ധാമത്തിലേക്ക് പോകാൻ പറ്റില്ല. ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും താല്പര്യം. അങ്ങനെ ആ താല്പര്യമുള്ളവരൊക്കെ ഒരു ഗുരുവിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ, അല്ലെ? എപ്പോഴും ഇത് ആൾക്കാർ പറഞ്ഞു നിന്നും വരില്ല. അത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ധർമ്മമാണ് അത് ചെയ്യേണ്ടത്, അല്ലെ? അത് ചെയ്തില്ലെങ്കിലോ ഈ ജന്മത്തിൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. പിന്നെ വീണ്ടും നമ്മൾ ജനിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അടുത്ത ജന്മത്തിലോ 100 ജന്മം കഴിഞ്ഞിട്ടുള്ള മനുഷ്യ ജന്മത്തിലോ നമ്മൾ എപ്പോഴെങ്കിലും ഗുരുവിനെ കണ്ടുപിടിച്ച് തന്നെ തീരും. എങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചു പോകാൻ പറ്റൂ. എന്നാ പിന്നെ അതെന്തുകൊണ്ട് ഇപ്പൊ ആയിക്കൂടാ എന്ന് വേണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. ഹരേ കൃഷ്ണ, ഞാനിവിടെ നിർത്തുകയാണ്, സമയമായി. ഹരേ കൃഷ്ണ. കൃഷ്ണ, എന്തെങ്കിലും സംശയം? അദ്ദേഹത്തിന് വേറെ പൂജയുണ്ട്. 2 മൊബൈലുണ്ട് അവിടെ. ഹരേ കൃഷ്ണ. വരിക, എല്ലാരും വന്നിട്ട് അദ്ദേഹത്തോട് ആദരപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ